കേരളക്കരയിലെ തന്നെ എല്ലാ പാർട്ടികളും ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നിലമ്പൂരിൽ ജൂൺ 19 നടക്കാനിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്കറിയാം ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയ്ക്ക് സമർപ്പിച്ചു. അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്ന് തിങ്കളാഴ്ച ബാക്കി മൂന്ന് പാർട്ടികളും ഉദ്ദേശിച്ചത് PV Anwar ആണെങ്കിലും അതുപോലെ LDF-ന്റെ M സ്വരാജ് ആണെങ്കിലും BJP സ്ഥാനാർത്ഥി എല്ലാവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയാണ്. അപ്പം ഇതുവരെയുള്ള സ്വരാജിന്റെ പ്രകടനങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ സ്വരാജിനോടുള്ള ബാക്കിയുള്ള ആളുകളുടെ ഒരു സമീപനം വെച്ചിട്ട് നിലമ്പൂർ സ്വരാജ് കൊണ്ടുപോകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ വരുന്നത്. അത് നമുക്കൊരിക്കലും ഒരാളോടുള്ള ജനങ്ങളുടെ പ്രതികരണം വെച്ചിട്ട് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ പ്രതികരണം വെച്ചിട്ട് അത് ഇയാളെ കൊണ്ടുപോകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിലമ്പൂർ പോലൊരു മണ്ഡലം. നിലമ്പൂരിൽ UDF-നെ ജയിക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന മണ്ഡലമാണ്. PV Anwar ചേർത്ത് നിർത്തിയത്. പക്ഷെ അവർ 2 പ്രശ്നമാണ്. PV Anwar അവിടെ സീറ്റ് PV Anwar സഹായത്തോടു കൂടി PV Anwar UDF-ലേക്ക് എടുത്തിട്ട് ഈ പറയപ്പെടുത്ത UDF സ്ഥാനാർത്ഥി അവിടെ ഇലക്ഷനെ നേരിട്ടാൽ ഉണ്ടാകാൻ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഭസ്മാസോ എന്ന വരം കൊടുത്ത അവസ്ഥയായി പോകും UDF. അപ്പോ സ്വാഭാവികമായിട്ടും അത് ഒഴിവാക്കണം എന്നുള്ള ചിന്തയിൽ തന്നെയാകാം UDF ക്യാമ്പ് എന്നുണ്ടായത് PV Anwar തള്ളിക്കളയാം. പക്ഷെ നോക്കൂ, രാഷ്ട്രീയ കേരളത്തിൽ ഇതൊരു നല്ല സന്ദേശത്തിന്റെ തുടക്കമാണ്. ഇത് എത്രമാത്രം UDF ചെയ്തതുപോലെ ഇത്തരത്തിൽ LDF ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. നോക്കൂ, ഒരു കാലത്ത് ഞാൻ ഉദാഹരണം പറയാം. ഈ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ചിലതാണ് ബാർക്കോഴ. അതായത് മാണിസാറുമായി ബന്ധപ്പെട്ട ബാർക്കോഴ ഉമ്മൻചാണ്ടി സ്വാമിയും ബാധിക്കുന്നു. പിന്നീട് സരിതയുടെ സോളാർ വിവാദം. ഈ സോളാർ വിവാദങ്ങളുടെ ഒക്കെ കാരണക്കാരനാണ് എന്ന് UDF-ഉം ഇവിടുത്തെ ജനങ്ങളും വിശ്വസിച്ചിരുന്ന KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് പിയുടെ ബാലകൃഷ്ണപിള്ള സാറിന്റെ മകനായിട്ടുള്ള പത്തനാപുരത്തെ MLA ബാലകൃഷ്ണപിള്ള സാറിന്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എവിടേക്ക് വരുന്നു? LDF-ലേക്ക് വരുന്നു. അതുവരെ VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്നൊക്കെ വിളിച്ചു നടന്ന ഇടതുപക്ഷക്കാരെ അത്രത്തോളം തെരുവിളിച്ചു നടന്ന ഒരാളെ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടാണ് അവിടെ സീറ്റ് കൊടുത്തത്. ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ കേരളത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. സെൽവരാജിന്റെ UDF പ്രവേശനമൊക്കെ അതിന് തിരിച്ച് മറുപടിയായി പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ ഒരു മുന്നണിയെ അതുവരെ സഹായിച്ച നേതാക്കന്മാരെ, അതുവരെ കൂടെ ചേർത്ത് നിർത്തിയ നേതാക്കന്മാരെ ഒക്കെ തള്ളിക്കളഞ്ഞ് ഒരു നിമിഷം കൊണ്ട് അടുത്ത മുന്നണിയിലേക്ക് കാല് മാറുന്നവർ ഏത് നിമിഷവും അവിടെ നിന്ന് കാല് മാറാമെന്നും ചതിക്കാമെന്നുമുള്ള ഒരു ലക്ഷ്യം, ഒരു ചിന്താഗതി ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഇപ്പോ മാണി ഗ്രൂപ്പിന്റെ കാര്യം എടുക്കാം. ഈ ബാർക്കോഴ വിവാദം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർഭരണത്തെ തടഞ്ഞൊരു സംഭവമാണ്. ഒരു വലിയ വിവാദമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുൾമുനയിൽ നിർത്തിയൊരു സംഭവമാണ്. ഇതിനൊക്കെ കാരണം ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുമാണെന്നാണ് അന്നത്തെ ഇടതുപക്ഷം പറഞ്ഞു നടന്നത്. ഓക്കെ, പിന്നീട് ഈ മാണിസാറിന്റെ പാർട്ടിയും ഇവർക്ക് പ്രിയങ്കരമായി മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോ സ്വാഭാവികമായും ഇത് മുന്നണികൾ തമ്മിൽ മാണിസാറിന്റെ പാർട്ടി വലിയ പാർട്ടിയാണ്. ഒരുപാട് MLA-മാരും MP-മാരും ഒരുപാട് അണികളും ഉള്ള പാർട്ടിയാണ്. അതേസമയം കൊട്ടാരക്കരയിലും പത്രാപുരത്തും മാത്രമുള്ള ഒരു പാർട്ടിയാണ് ഈ ഗണേഷ് കുമാറിന്റെ പാർട്ടി. ഈ PV Anwar എന്ന് പറയുന്ന നേതാവ് ഇടത് സ്വതന്ത്രമായിട്ട് നിന്ന് ജയിച്ച് നിലമ്പൂരിൽ മാത്രം ഒരു രാജാവിനെ പോലെ കഴിഞ്ഞ, എന്നാൽ ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്തിരുന്നത് ഒരാൾ, ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ചെസ് നമ്പർ ഇട്ട ഒരാൾ, ഇടതുപക്ഷത്തിന്റെ ഗുണ്ടയായിട്ട് അറിയപ്പെട്ട ഒരാൾ, കടന്നൽ രാജാവെന്ന് സ്വയം വിശേഷിപ്പിച്ച ആൾ, എന്തൊക്കെ കോപ്രായങ്ങളവിടെ കാട്ടിക്കൂട്ടിയെ. VD സതീശന് നേരെ വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാൾ, അയാൾ UDF-ലേക്ക് വേണ്ട എന്ന് VD സതീശനും കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല തീരുമാനമാണ്. അതിന്റെ പേരിൽ നിലമ്പൂർ സീറ്റ് തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് നേതാക്കന്മാർ ചിന്തിച്ചിരിക്കുന്നതെങ്കിലും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. 1 വർഷങ്ങൾക്കപ്പുറത്ത് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനു മുമ്പ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. ഈ സീറ്റ് കൂടി UDF-ന് കിട്ടിയാൽ LDF-ന്റെ ഒരു എന്താ പറയാ സിറ്റിംഗ് സീറ്റ് കൂടി UDF-ന് കിട്ടിയാൽ അത് UDF-ന് കിട്ടുന്ന ഒരു മൈലേജ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് PV Anwar ചിന്തിച്ചത്, ഞാനിനി എന്ത് ഡിമാൻഡ് വെച്ചാലും അങ്ങനെയല്ല എന്നൊരു സന്ദേശം കൊടുക്കാൻ ഇതുകൊണ്ട് പറ്റിയെന്നുള്ളതാണ്. ഇവിടെ ശക്തമായൊരു പോരാട്ടം ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട്. M സ്വരാജ് കൂടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക്. M സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം M സ്വരാജിന്റെ മണ്ണാണ് നിലമ്പൂർ. M സ്വരാജ് ജനിച്ച മണ്ണാണ്, വളർന്ന മണ്ണാണ് നിലമ്പൂർ. പക്ഷേ നിലമ്പൂരിൽ ഈ പറയപ്പെടുന്ന സ്വരാജിന് അത്ര വലിയ പാർട്ടിയിൽ സ്വീകാര്യത ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഒരു സമയം വരെ ഉത്തരം. കാലം ആ മുറിവുകൾ മായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ തൃപ്പൂണിത്തുറയിൽ നിന്ന് M സ്വരാജ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, വിജയിച്ചു, നിയമസഭയിലേക്ക് എത്തി. മികച്ച ഒരു പ്രാസംഗികനും താത്വികാചാര്യനും എന്ന നിലയിൽ പാർട്ടി സഖാക്കന്മാർക്കൊക്കെ സ്വരാജിനെ വലിയ ഇഷ്ടമാണ്. സ്വരാജ് നന്നായി സംസാരിക്കും, നല്ല അറിവുള്ള ആഴത്തിൽ അറിവുള്ള ആളാണ്. ആ അറിവിനെ എങ്ങനെയും ശക്തമായ ഭാഷയിലൂടെ എങ്ങനെയും
വേർതിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന ശബരിമല വാദ പ്രസംഗമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ. മാളികപ്പുറത്തമ്മ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ സ്വാഭാവികമായും ഈ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് അത്രയ്ക്ക് കൂടി ജയിക്കുന്ന ഒരു ക്യാരക്ടറല്ല സ്വരാജ്. ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ സ്വരാജിന്റെ മുഖം കടുപ്പിച്ച ഒരു മുക്കാൽ പിണറായി സ്റ്റൈലാണ് സ്വരാജിനുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും സ്വന്തം നാട്ടിൽ പോലും അത് ഇത്രമാത്രം സ്വീകാര്യനാകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ എല്ലാവരും എഴുതി നൽകിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പല പാർട്ടി അല്ലെങ്കിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു UDF-നാണ് നിലമ്പൂർ സീറ്റ് ഉണ്ടാവുക, എന്തായാലും UDF തന്നെ വിജയിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ഈ PV അൻവറിന്റെ ഇങ്ങനെ ഒരു നീക്കത്തിന് ശേഷമാണ് അത് മാറാൻ. അതിന് കാരണങ്ങളുണ്ട്. കാര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നത്. അത് വലിയൊരു വികാരമാണ്. നമുക്ക് രക്തസാക്ഷി കുഞ്ഞാലിയുടെ മണ്ണാണ് നിലമ്പൂര്. അപ്പൊ സഖാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പാർട്ടി സഖാവ് മത്സരിക്കാൻ വരുമ്പോൾ അവരുടെ വീറും വാശി കൂടും. ഇപ്പൊ PV എന്ന് പറയുന്ന ഇടത് MLA ആണെങ്കിലും ഇടത് സ്വതന്ത്രമായിരുന്നു. കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വന്ന അധികാര മോഹത്തിന്റെ പേരിൽ സീറ്റ് ചോദിച്ച് മേടിച്ച് മത്സരിച്ച് സഹിക്കേണ്ട ഒരു അവസ്ഥ പാർട്ടിക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഞങ്ങളുടെ ഒരു പ്രതിനിധി ഇവിടെ ആകണം എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. പിന്നെ ആര്യാടൻ ഷൗക്കത്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷൗക്കത്തിന്റെയും ഒരു ട്രാക്ക് ഉണ്ട് അവിടെ. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നതിനപ്പുറത്തേക്ക് നിലമ്പൂർ നഗരസഭയുടെയും ഈ പറയപ്പെടുന്ന നിലമ്പൂരിലെ ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ അധ്യക്ഷനായിരുന്ന ഒരു പാരമ്പര്യം കേരളം ആ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ ആര്യാടൻ മുഹമ്മദ് ഒരുപാട് വർഷക്കാലം ഇരുന്നിട്ടും നിലമ്പൂർ നിന്നുണ്ടാക്കി എന്ന് ചോദിക്കുന്ന ഇവിടുത്തെ പ്രൊഫൈലുകൾ അവിടെ ബാക്കിയാകുന്നുണ്ട് എന്നാണ്. പിന്നെ VS സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാത്തതിന്റെ ഒരു അമർഷം ആ കൂട്ടർക്ക് ഉണ്ടാകും. പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF ഇപ്പോൾ ഇലക്ഷൻ ഘട്ടങ്ങളിൽ ഇങ്ങനെ കാലുവാരുന്ന ഒരു സ്വഭാവമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ UDF-ന്റെ വോട്ടുകൾ കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിച്ചാൽ ഇപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗത്ത് നീക്കം ഉണ്ടായ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നിലമ്പൂരിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇടയ്ക്ക് ചർച്ചയായതാണ്. അപ്പോ നിലമ്പൂര് ആകെ എന്താണ് കനഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അൻവർ പിടിക്കുന്ന വോട്ട് അത് എന്തായാലും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വോട്ടുകൾ ഉണ്ടാവും അതിനകത്ത്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം മതം വെച്ച് നോക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അൻവർ മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. BJP സ്ഥാനാർത്ഥി ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് സ്വരാജ് വരാറുള്ളത്. അപ്പൊ ഇതും ഈ ഒരു ഇക്വേഷനും എങ്ങനെയാണ് അത് ബാലൻസ് ആവാൻ പോകുന്നത് എന്ന ചോദ്യമുണ്ട്. എന്തായാലും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിലെ UDF-ന്റെ EC വാക്കോവറിനെ തടയിട്ടിരിക്കുന്നു. നിലമ്പൂരിൽ ഈ പറയപ്പെടുന്ന PV അൻവർ കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി ആര്യാടൻ ഷൗക്കത്തിന്റെ ആ ഒരു ഉറപ്പ് അവിടെ നഷ്ടമായിരിക്കുകയാണ്. കടുത്ത മത്സരമാണ് നിലമ്പൂരിൽ. ഒരു പക്ഷേ സീറ്റ് LDF നിലനിർത്തിയേക്കാം എന്ന് പറഞ്ഞാൽ പോലും ആർക്കും കുറ്റം പറയാൻ സാധിക്കും. അതിന്റെ കാരണം M സ്വരാജിന്റെ മഹത്വവും പിണറായി വിജയന്റെ മഹത്വവും ഒന്നുമല്ല, അവിടുത്തെ സാധാരണക്കാരായ പാർട്ടി സഖാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ലഭിച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് മത്സരം കടുക്കുന്നുമുണ്ട്. കണ്ടറിയാം എന്താണ് സംഭവിക്കുക.